പ്രൈസ് ലോർഡ്. ബൈബിൾ ചരിത്രങ്ങളിലൂടെ ഏഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ അഹസ്വേരോസ് രാജാവ് അദ്ദേഹം നടത്തിയ വിരുന്നിൻ്റെ അവസാന ദിവസമായ 7-ാം ദിവസം ആർഭാടപൂർവമായ വിരുന്നായിരുന്നത്. ആ വിരുന്നിൻ്റെ 7-ാം ദിവസം അദ്ദേഹം വീഞ്ഞു കുടിച്ച് ഒരല്പം ഓവറായി. എങ്കിലും അദ്ദേഹത്തിന് കൺട്രോളുണ്ട്. അദ്ദേഹം തൻ്റെ സന്തോഷാധിക്യത്താൽ പ്രഭുക്കന്മാരുടെയും വലിയവരുടെയും ചെറിയവരുടെയും മുമ്പിൽ തൻ്റെ രാജ്ഞിയെ കാണിക്കുവാൻ വേണ്ടി, തൻ്റെ രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കുവാൻ വേണ്ടിയിട്ട് രാജ്ഞിയെ അന്തഃപുരത്തിൽ നിന്നും രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഷണ്ഡന്മാരോട് 7 ഷണ്ഡന്മാരെ പേരെടുത്ത് വിളിക്കുകയാണ്. അന്നത്തെ ഷണ്ഡന്മാരായിരുന്നു രാജ്ഞിമാരുടെ കാര്യങ്ങളും തോഴന്മാരുടെ നിന്നിരുന്നത്. അവർ 7 പേരും കൂടി രാജ്ഞിയെ അന്തഃപുരത്തിൽ നിന്നും ആനയിച്ചു കൊണ്ടുവരുവാനായിട്ട്, രാജകൊട്ടാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരാനായിട്ട് പോയി. ഷണ്ഡന്മാരെ രാജ്ഞിയുടെ അടുത്ത് നിന്നപ്പോൾ രാജ്ഞി അത് വിസമ്മതിച്ചു. രാജാവിന് ഏറ്റവും വലിയൊരു ആഘാതമായിരുന്നു അത്. താനൊന്നുമല്ലാതായി. പ്രഭുക്കന്മാരുടെയും എല്ലാ ചെറിയവരുടെയും വലിയവരുടെയും മുമ്പിൽ തൻ്റെ വാക്കുകൾക്ക് വിലയില്ലാതെ രാജാവ് അത്യധികം കോപിച്ചു. പക്ഷേ മൗനമായിട്ട് കോപിച്ചു, പൊട്ടിത്തെറിച്ചില്ല. അദ്ദേഹം സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലാ കാര്യങ്ങളും നിയമപാലകരോടും ന്യായാധിപന്മാരുടെ കാര്യങ്ങൾ ആരായുമായിരുന്നു. എന്നതുപോലെ തന്നെ ഈ കാര്യവും തൻ്റെ രാജ്ഞിയായ വാസ്തി രാജ്ഞി തന്നെ നിഷേധിച്ച കാര്യം അവരോട് പറഞ്ഞുകൊണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ വാക്കിന് വിലയില്ലാതെ. ഇത് ഈ 127 പ്രവിശ്യകളിലുള്ള വനിതകളും പേർഷ്യ സാമ്രാജ്യത്തിലുള്ള വനിതകളും അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പുരുഷന്മാരെയെല്ലാം അനുസരിക്കാത്ത ഒരു രീതി വരും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരും പ്രഭുക്കന്മാരും നിയമപാലകരും അവരും രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ രാജ്ഞിയെ രാജ്ഞിപദത്തിൽ നിന്നും മാറ്റുക, പകരം അതിനേക്കാൾ ശ്രേഷ്ഠമായ രാജ്ഞിയെ സ്വീകരിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങയെ ബഹുമാനിക്കുകയും അങ്ങയുടെ വാക്കുകൾക്ക് വിലയുണ്ടാവുകയും, എന്നതുപോലെ തന്നെ എല്ലാ സ്ഥലത്തെയും വനിതകൾ നിഷേധിക്കാതിരിക്കുകയും തങ്ങളുടെ പുരുഷന്മാരെ അനുസരിക്കുകയും അതുപോലെ മുന്നോട്ട് പോവുകയും ചെയ്യും. രാജാവിന് അവരുടെ അഭിപ്രായം ഇഷ്ടമായി. വാസ്തി രാജ്ഞി അഴകുള്ളവളായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ പേർഷ്യ സാമ്രാജ്യത്തിലുള്ള എല്ലാ യുവതികളെയും അന്തഃപുരത്തിലേക്ക് വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അതിന് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നതുപോലെ തന്നെ 127 പ്രവിശ്യയിലുള്ളവരെയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാ വനിതകളെയും, അതായത് യുവകന്യകമാരെ. എന്നതനുസരിച്ച് അന്തഃപുരത്തിൽ അനേകം യുവകന്യകമാരെ എത്തിച്ചേർന്നു. അവർക്ക് 12 മാസം നീളുന്ന ഒരു പരിചരണമുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു രാജാവ് കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ കാണുകയും രാജാവ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ. ആ സമയത്ത് ഒരു യഹൂദനുണ്ടായിരുന്നു അന്തഃപുര കാവൽക്കാരനായിട്ട്, മെർദെക്കോ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളായ ഹദാസെ എന്ന എസ്തേർ, ആ ഹദാസയുടെ
എസ്തേറിൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോയതായിരുന്നു. അവളെ നോക്കിയിരുന്നത് മർദെക്കയായിരുന്നു. ഈ മർദെക്ക എസ്തേറിനെയും ആ കൂട്ടത്തിൽ അവരോടൊപ്പം കൊണ്ടുവരികയാണ്. അതും ഷണ്ടന്മാരായിരുന്നു അവരെ സ്വീകരിക്കുകയും അവരെ നോക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുന്നത്. എല്ലാ യുവകന്യകമാരെക്കാളും ഏറ്റവും ഭംഗി കൂടിയവളായിരുന്നു എസ്തേർ. മർദെക്കോ എസ്തേറിനെ അവിടെ ഏൽപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ നോക്കുന്ന പരിചരിക്കുന്ന ആ ഒരു ഷണ്ടനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ ഷണ്ടന് സന്തോഷമായി. ആ ഷണ്ടൻ മറ്റേ യുവകന്യമാർക്ക് കൊടുക്കാത്തൊരു പരിപാലനം കൂടി എസ്തേറിന് കൊടുത്തു. അവൾക്ക് തോഴിമാരെ കൊടുത്തു. അതുകൂടാതെ ഏറ്റവും നല്ല മുറിയിൽ ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണത്തോടുകൂടി അവളെ വേറൊരു മുറിയിലേക്ക് മാറ്റി. അവളുടെ ആ ഒരു നിഷ്കളങ്ക മനോഭാവവും ആ സൗന്ദര്യവും. പക്ഷേ മർദെക്കോ ഒരു കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ യഹൂദ സ്ത്രീയാണ് എന്ന് പറയരുത്, ആരോടും വെളിപ്പെടുത്തരുത്. യഹൂദ സ്ത്രീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥാനമില്ല. അങ്ങനെ 6 മാസം നീണ്ട ഓയിലിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ലേപനങ്ങൾ, അതൊക്കെ വെച്ചിട്ടുള്ള പരിചരണം. അതിനുശേഷം ഏറ്റവും വില കൂടിയ ഒരു തൈലമുണ്ട്, ആ തൈലം വെച്ചിട്ട് ഒരു പരിചരണം. അങ്ങനെ 12 മാസം. അതിനിടയിൽ നല്ല ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റേറിയൻ ആവശ്യാനുസരണം. ഇവള് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കൂടുതൽ പച്ചക്കറി ഐറ്റംസ് എന്നതുപോലെ തന്നെ ഫ്രൂട്ട്സ് അതിലൊക്കെ താല്പര്യം കാണിച്ചു എസ്തേർ. അങ്ങനെ 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ സ്ത്രീകളും ഓരോ കന്യകമാരും യുവകന്യമാരും രാജസന്നിധിയിൽ രാജകൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്ന ആ സമയത്താണ് പോകുന്നത്. ആ പോകുമ്പോൾ അന്തഃപുരത്തിൽ നിന്നും ഷണ്ടന്മാർ ഓരോ സംഭവങ്ങൾ കൊടുക്കും. അവർക്ക് അത്യാവശ്യമുള്ള അവിടെ രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ വേണ്ട ആവശ്യമുള്ള ഡ്രസ്സുകൾ അണിയിച്ചിട്ട് അവർക്ക് വേണ്ട കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ യുവകന്യകമാരും രാജാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. രാജാവ് വീണ്ടും പേര് ചൊല്ലി വിളിക്കുകയാണെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അങ്ങനെ ഓരോരുത്തരും ചെന്നു. ഈ പോകുന്ന വഴിക്ക് അവിടെ പരിചാരകർ കൊടുക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അവരന്തഃപുരത്തിൽ നിന്നും കയ്യിൽ കരുതിയിരുന്നു. ഓരോ യുവകന്യമാരും അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ, ചിലപ്പോൾ സ്വർണ്ണമായിരിക്കാം, വൈരക്കല്ലുകളായിരിക്കാം, അവർ താല്പര്യമുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് അവർ കയ്യിൽ കരുതിയിരുന്നു. അപ്പം എസ്തേറിൻ്റെ അവസരം എത്തി. എസ്തേർ ഈ പരിചാരകർ കൊടുത്ത സംഭവം മാത്രം കയ്യിൽ കരുതി, വേറെ ഒന്നും കൊടുത്തില്ല. അവളുടെ ആ സൗന്ദര്യവും അവളുടെ ബുദ്ധിയും എല്ലാം രാജാവിന് ഇഷ്ടപ്പെടുകയാണ്. കാരണം അവൾ വേറൊന്നുമില്ല, അവൾ എളിമയുള്ളവളാണെന്ന് മനസ്സിലായി. തനിക്ക് പറ്റിയ രാജ്ഞി, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിട്ട് വാഴാൻ പറ്റിയവൾ എന്ന് അഹസ്വേരോസ് രാജാവിന് മനസ്സിലായി. രാജാവ് ഇവളെ കണ്ട ഉടനെ തന്നെ ഇവളുടെ പെരുമാറ്റവും ഇവരുടെ ലാളിത്യവും എളിമയും ഇവളുടെ കയ്യിലുണ്ടായിരുന്ന നിസ്സാരമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിനെ ഇഷ്ടപ്പെട്ടു, പ്രീതിയായി. എല്ലാവരും തിരിച്ചുപോയി. രാജാവ് പേര് ചൊല്ലി വിളിച്ചത് എസ്തേറിനെയാണ്. യഹൂദ സ്ത്രീയായ എസ്തേർ അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി, അഹസ്വേരോസ് രാജാവിൻ്റെ രാജ്ഞിയായി മാറി. അവളിലൂടെ യഹൂദ ജനത എല്ലാ സ്ഥലങ്ങളിലും ചിഹ്നിച്ചിറക്കിടക്കുകയാണ്. ലോകം മുഴുവനുമുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു, അനേകം ഉണ്ടായിരുന്നു. ആ പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള യഹൂദ ജനതയുടെ എല്ലാവരുടെയും ജീവൻ സംരക്ഷിച്ചു ആ എസ്തേർ, ഒരു യുവകന്യക രാജ്ഞിയായതോടുകൂടി. അവളുടെ പെരുമാറ്റത്തിലൂടെ
എല്ലാ യഹൂദരും രക്ഷിക്കപ്പെട്ടു. ബാക്കി നാളെ അടുത്ത ദിവസം. താങ്ക് യു.